ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം സത്യോപനിഷത്ത് 16. പുരാണങ്ങൾ പരസ്പര വിരുദ്ധമെന്ന് തോന്നുന്നു. ഒരു പൗരാണിക ശാസ്ത്രം പറയുന്നു ബ്രഹ്മസത്യം ജഗത് മിഥ്യ, അതായത് ഈശ്വരൻ മാത്രം സത്യം, ലോകം മായയാണ്. പക്ഷെ ഇപ്പോൾ സ്വാമി അരുളി മായ എന്നൊന്നും ഇല്ലെന്ന്. സ്വാമി, അവ പരസ്പരം വിരുദ്ധമെന്ന് തോന്നിയാലും രണ്ടും ഒരുപോലെ സത്യം. നിങ്ങൾ അതിന്റെ അർത്ഥം ഗ്രഹിച്ചതിലാണ് തെറ്റ്. ഇക്കാര്യം നിങ്ങളുടെ മനോനിലയെയും അനുഭവത്തെയും ആശ്രയിച്ചിരിക്കും. ഒരു ഉദാഹരണം, നിങ്ങൾ എപ്പോഴാണ് വന്നത്? ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുവെന്ന് കരുതുക. ഇപ്പോൾ വന്നതേയുള്ളൂ സ്വാമി. നിങ്ങൾ ഇങ്ങനെ ഉത്തരം പറഞ്ഞേക്കാം, ശരിയല്ലേ? ഇനി ഈ ഉത്തരം വിശകലനം ചെയ്യൂ. ഞാൻ ഇപ്പോൾ വന്നതേയുള്ളൂ. എന്താണ് ഇപ്പോൾ വന്നത്? ഇത് പറയുമ്പോൾ എന്താണ് നിങ്ങൾ അർത്ഥമാക്കിയത്? നിങ്ങളുടെ ശരീരത്തെ അല്ലേ? അതായത് നിങ്ങൾ സ്വയം ശരീരം എന്ന് നനച്ച് ഉത്തരം പറയുന്നു. ദേഹോഹം എന്ന ചിന്ത. ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് കേൾക്കാം, എന്റെ കാല് നോവുന്നു, എന്റെ തലയ്ക്ക് വല്ലാതെ തോന്നുന്നു. ഈ പ്രസ്താവനകളും ശരിക്കും പരിശോധിക്കൂ. എന്റെ കാല്, എന്റെ തല. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്തിനെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ എന്റെ എന്ന് പറയുന്നത്? ഇതിനർത്ഥം നിങ്ങൾ ശരീരമല്ലെന്നും ശരീരത്തിൽ നിന്ന് വിഭിന്നനാണെന്നുമല്ലേ? ബോധപൂർവമോ അബോധപൂർവമോ നിങ്ങൾ ശരീരമല്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് ഇവിടെ. ആദ്യം ശരീരമെന്ന് സ്വയം പ്രഖ്യാപിച്ച നിങ്ങൾ പിന്നീട് ശരീരം നിങ്ങളല്ലെന്ന് പറഞ്ഞു. ഇതുപോലെ വേദാന്ത തത്വപ്രകാരം നിങ്ങൾ ശരീരഭാവത്തോടെ വർത്തിക്കുമ്പോൾ ദ്വൈതം, ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന പ്രസ്താവം ശരിയാകുന്നു. ദേഹോഹം, ഞാനിപ്പോൾ വന്നു. എന്നാൽ നിങ്ങൾ ആത്മവീക്ഷണത്തിലൂടെ സംസാരിക്കുമ്പോൾ അദ്വൈതം, അതായത് നിങ്ങൾ ശരീരത്തിൽ നിന്നും ഭിന്നനെന്ന്, എന്റെ തല, എന്റെ കാല്, എന്റെ കൈ തുടങ്ങി കരുതുമ്പോൾ സർവം വിഷ്ണുമയം ജഗത് എന്ന പ്രസ്താവം ശരിയാകുന്നു. ശാസ്ത്രങ്ങളിലെ പ്രസ്താവനകൾ പരസ്പരം വിരുദ്ധമെന്ന് വിചാരിക്കരുത്. അതെല്ലാം വ്യത്യസ്ത മനോനിലയിലുള്ള സാധകരുടെ ആവശ്യങ്ങൾക്കായിട്ടുള്ളതാണ്. ഞങ്ങൾ പറയാറുള്ള ഞാൻ യഥാർത്ഥത്തിൽ ആത്മാവാണ്. ഈ സത്യം എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും സ്വാമി? എങ്ങനെ തിരിച്ചറിയും? എങ്ങനെ അനുഭവപ്പെടുത്താനാകും? സ്വാമി, യഥാർത്ഥത്തിൽ ഞാൻ ആത്മാവ് തന്നെയാണ്, അല്ലെങ്കിൽ ബ്രഹ്മം തന്നെ. ഈ സത്യം അറിയുവാനുള്ള ആത്മാർത്ഥമായ ശ്രമമാണ് മോക്ഷേച്ഛ. ആത്മാന്വേഷണമാണ് ആധ്യാത്മിക പാതയിൽ ഏറ്റവും അത്യാവശ്യം. പൂജ, നാമസ്മരണ, ധ്യാനം, തപസ്, യജ്ഞം എന്നിവ ആധ്യാത്മികമല്ല, മറിച്ച് ചിത്തശുദ്ധിക്കുള്ള ഉപായങ്ങളാണ്. അതായത് ആധ്യാത്മികം എന്നത് ആത്മാന്വേഷണം മാത്രമാണ്. ഇതിനർത്ഥം നിങ്ങൾ ചടങ്ങുകളും സത്പ്രവൃത്തികളും ഉപേക്ഷിക്കണമെന്നല്ല. എന്റെ വീക്ഷണത്തിൽ കൂടുതൽ പ്രാധാന്യം ആത്മാന്വേഷണത്തിന് തന്നെ. പക്ഷേ അനുഭവസ്ഥരായ ആളുകൾ ഈ വഴി കാണിക്കുവാനില്ലെങ്കിൽ ഈ പാത കഠിനവും ദുഷ്കരവുമായിരിക്കും. നിങ്ങൾ ആരാണ് എന്ന ചോദ്യം കുറച്ച് ആളുകളോട് ചോദിക്കുക. അവരിൽ ഭൂരിഭാഗവും തരുന്നത് വിഭിന്ന ഉത്തരങ്ങളായിരിക്കും. ഞാൻ ഇന്ത്യക്കാരൻ, ഇങ്ങനെയായിരിക്കും സാധാരണഗതിയിൽ ഉത്തരമേകുക. ഇത് തെറ്റാണ്. നിങ്ങൾ അമേരിക്കയിൽ പൗരത്വം സ്വീകരിക്കാൻ തുടങ്ങിയാൽ അമേരിക്കക്കാരനായി, റഷ്യയിലാണെങ്കിൽ റഷ്യക്കാരനായി, അങ്ങനെ ഇത് തുടരുന്നു. ഇന്ത്യ ഒരു രാജ്യമാണ്, നിങ്ങൾ ജന്മം കൊണ്ട രാജ്യം. പക്ഷേ നിങ്ങൾ ഇന്ത്യയല്ല. അതുകൊണ്ട് ഞാൻ ഇന്ത്യൻ എന്ന പ്രസ്താവന ശരിയല്ല. നിങ്ങൾ ആരെ എന്ന ചോദ്യത്തിന് വേറൊരു ഉത്തരവും ലഭിക്കാറുണ്ട്, ഞാൻ എഞ്ചിനീയർ. പക്ഷെ അത് നിങ്ങൾ ചെയ്യുന്ന തൊഴിലല്ലേ? ഇതേ ചോദ്യത്തിന് മറ്റൊരു വിധമുള്ള ഉത്തരം ശ്രദ്ധിക്കൂ, ഞാൻ രാമൻ, ഞാൻ ശ്യാം. ഇതെല്ലാം ജന്മത്തിന് ശേഷം നിങ്ങൾക്ക് മാതാപിതാക്കൾ നൽകിയ പേരാണ്. നിങ്ങൾ നെറ്റിയിൽ ആ പേരുമായിട്ടല്ലല്ലോ ജന്മം കൊണ്ടത്. മാത്രമല്ല പേരു മാറുകയും ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ നാമവുമല്ല. ഞാൻ ബാലൻ, ഞാൻ യുവാവ്, ഞാൻ വൃദ്ധൻ എന്നൊക്കെയുള്ള ഉത്തരവും ലഭിക്കും. ഈ ഉത്തരവും തെറ്റ്. എന്തുകൊണ്ട്? ഇതെല്ലാം നിങ്ങൾ ജീവിതയാത്രയിൽ കടന്നു പോകുന്ന ഘട്ടങ്ങൾ മാത്രമാണ്. അപ്പോഴെല്ലാം നിങ്ങൾ മാറ്റമില്ലാതെ നിൽക്കുന്നു. കാര്യം ഇങ്ങനെയായിരിക്കെ ഞാൻ ബാലൻ, യുവാവ്, വൃദ്ധൻ എന്നീ പ്രസ്താവനകൾ ശരിയാകുമോ? ചിലർ പറയും ഞാൻ സുന്ദരൻ, ഞാൻ പൊക്കമുള്ളവൻ, ഞാൻ മെലിഞ്ഞവൻ എന്നിങ്ങനെ. ഇതും തെറ്റ് തന്നെ. കാരണം നിങ്ങൾ ഈ ശരീരമല്ല. ശരീരം നിങ്ങളുടെ ഉപകരണം മാത്രം. ഉറക്കത്തിൽ ശരീരം നിഷ്ക്രിയമാണ്. ശരീരത്തിന്റെ അനുഭവം പോലും നിങ്ങൾക്കപ്പോൾ ഇല്ല. നിങ്ങൾ മനസ്സുമല്ല. മനസ്സാണ് നിങ്ങൾ എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം അഭിമാനത്തിൻ്റെതും അഹങ്കാരത്തിൻ്റെതുമാണ്. സുഷുപ്തിയിൽ മനസ്സുമില്ലെന്ന് ഓർക്കുക. നിങ്ങൾ ബുദ്ധിയുമല്ല. വിവേചിച്ചറിയുവാൻ, വിധിക്കുവാൻ, തീരുമാനിക്കുവാൻ കാര്യാകാര്യ വിവേചനത്തിന് ഭഗവാൻ നൽകിയ സമ്മാനമാണ് ബുദ്ധി. പക്ഷേ ഈ ബുദ്ധി സ്വാർത്ഥപരമാകുമ്പോൾ അത് വ്യക്തിഗത വിവേചന ബുദ്ധിയാകുന്നു. വേണ്ടത് അതല്ല. അടിസ്ഥാന പ്രമാണങ്ങളിൽ ഊന്നി വേണം വിവേചനം നടത്തുവാൻ. അത്തരം വിവേചനം എല്ലാവർക്കും നന്മ വരുത്തും. സുഷുപ്തിയിൽ ബുദ്ധിക്കും നിലനിൽപ്പില്ലെന്ന് നിങ്ങൾക്ക് അനുഭവമാണല്ലോ. അതുകൊണ്ട് ബുദ്ധിയും നിങ്ങളല്ലെന്ന് ഉറപ്പായും വിശ്വസിക്കാം. ശരീരം, മനസ്സ് എന്നിവ പോലെ നിങ്ങൾക്കുള്ള ഉപകരണം മാത്രമാണ് ബുദ്ധിയും. അപ്പോൾ നിങ്ങൾ ആരാണ് എന്ന ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം എന്താണ്? ഞാൻ ആത്മാവാണ്. ഇതാണ് ഉത്തരം.
സർവകാല സാക്ഷിയാണത്. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തിയിൽ അത് നിലനിൽക്കുന്നു. നിങ്ങൾ ഏതു ഭാഷയിൽ പേരിട്ടാലും, ഏത് രാജ്യക്കാരനായാലും, പ്രായമോ പദവിയോ ഏതു തന്നെ ആകട്ടെ, നിങ്ങൾ അനശ്വരമായ ആത്മാവ് തന്നെയാണ്. അന്വേഷണത്തിന്റെ പാതയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ശരിയായ ഉത്തരം ഇതായിരിക്കും. ഇതാണ് യഥാർത്ഥ ആധ്യാത്മികത. എന്താണ് എൻ്റെ മനസ്സുറയ്ക്കാത്തത്? ഈ ചഞ്ചലതയും അസ്ഥിരതയും മനസ്സിന്റെ സ്വഭാവമാണോ? ഏകാഗ്രത ലഭിക്കുന്നില്ല സ്വാമി. മനസ്സ് ചഞ്ചലവും അസ്ഥിരവുമാണെന്ന് നിങ്ങൾ പരാതി പറയുന്നു. അതുകൊണ്ട് ഏകാഗ്രതയും ലഭിക്കുന്നില്ലത്രേ. ഇത് സത്യമല്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന വിധം മനസ്സ് എന്നൊന്നില്ല. ആഗ്രഹങ്ങളുടെ കൂട്ടമാണ് മനസ്സ്, അതായത് ചിന്തകളുടെ സമാഹാരം. ഇഴകൾ അടുത്തു നെയ്തിരിക്കുന്ന വസ്ത്രം പോലെയാണത്. നിങ്ങൾ വസ്ത്രത്തിലെ ഇഴകൾ ഓരോന്ന് എടുത്തു മാറ്റി നോക്കൂ. ഇഴകളെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ വസ്ത്രം ശേഷിക്കുന്നില്ല. അതുപോലെ ആഗ്രഹങ്ങൾ തീർന്നു കഴിഞ്ഞാൽ, ചിന്തകൾ പിൻവലിക്കപ്പെട്ടു കഴിഞ്ഞാൽ മനസ്സിന് നിലനിൽപ്പുമില്ലാതായി. ഇതിനെയാണ് അമനസ്ക അല്ലെങ്കിൽ മനോലയം എന്ന് പറയുന്നത്. മനസ്സ് ചാഞ്ചാടുന്നു എന്ന് പറഞ്ഞല്ലോ, അത് പൂർണ്ണമായും ശരിയല്ല. വൃക്ഷത്തിലെ ഇലകൾ ചലിക്കുന്നുണ്ട്. കാറ്റാണ് വൃക്ഷത്തിലെ ഇലകൾ ചലിപ്പിക്കുന്നത്. കാരണം കാറ്റില്ലെങ്കിൽ ഇലകൾ അനങ്ങുന്നില്ല. അപ്പോൾ ഇലകൾ ചലിക്കുന്നത് സ്വയമേവയല്ല, കാറ്റാണ് കാരണം. ജീവിതത്തിലെ വൃക്ഷത്തിലെ മനസ്സാകുന്ന ഇലകൾ ചലിക്കുന്നതിന് കാരണം ആഗ്രഹങ്ങളാകുന്ന കാറ്റാണ്. ഏകാഗ്രത കിട്ടുന്നില്ല എന്ന് പറഞ്ഞല്ലോ, ഇതും ശരിയല്ല. നിങ്ങൾക്ക് എങ്ങനെ സൈക്കിൾ ചവിട്ടാനും കാർ ഓടിക്കാനും കഴിയുന്നു? ഏകാഗ്രതയില്ലാതെ ഇത് നടക്കുമോ? പുസ്തകം, പത്രം ഇതെല്ലാം ഏകാഗ്രതയില്ലാതെ വായിക്കാനും മനസ്സിലാക്കാനും എങ്ങനെ കഴിയും? നിങ്ങൾ ജോലി ചെയ്യുന്നതും ഏകാഗ്രതയോടെ അല്ലേ? ഇതെല്ലാം ഏകാഗ്രതയില്ലാതെ, മനസ്സാന്നിധ്യമില്ലാതെയാണോ ചെയ്തത്? എങ്കിൽ നിങ്ങളെ ഏൽപ്പിച്ചതെല്ലാം പാഴിലായി എന്നല്ലേ അർത്ഥം. അങ്ങനെയെങ്കിൽ നിങ്ങളെ ജോലിയിൽ നിന്ന് അവർ പുറത്താക്കുകയും ചെയ്യും. ദൈനംദിന ജീവിതത്തിലെ ഓരോ കാര്യവും ഏകാഗ്രതയുള്ളത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്? അതെ, ഇക്കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ ഭഗവത് കാര്യത്തിലാകുമ്പോൾ ഏകാഗ്രത ബുദ്ധിമുട്ടുള്ള പ്രശ്നമായി മാറുന്നു. നിർഭാഗ്യകരമായൊരു കാര്യം തന്നെയല്ലേ ഇത്? ഒരു ഭാഗത്ത് മനസ്സ് സ്ഥിരവും ഏകാഗ്രവുമാക്കുവാൻ എളുപ്പം സാധിക്കുന്നു. ഭഗവത് കാര്യത്തിൽ അത് ദുഷ്കരവും. എന്താണ് ഇതിന് കാരണം? ലൗകിക കാര്യങ്ങളിൽ നിങ്ങൾക്കുള്ള താല്പര്യം ഭഗവത് കാര്യത്തിൽ ഇല്ല എന്നതു തന്നെ. അതായത് ഏകാഗ്രത എന്നത് നിങ്ങളുടെ അഭിരുചിയെ, താല്പര്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. മനസ്സിനെ കുറ്റപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. അതൊരു കണ്ണാടി പോലെയാണ്. തന്റെ മുന്നിൽ വരുന്നതെല്ലാം പ്രതിഫലിപ്പിക്കുകയാണ് കണ്ണാടി ചെയ്യുന്നത്. അതുകൊണ്ടാണ് സത്ചിന്തകൾ പുലർത്താൻ ഞാൻ എപ്പോഴും പറയുന്നത്. എന്താണോ ചിന്ത, അതായിരിക്കും മനസ്സും. മനസ്സുള്ളവനാണ് മനീഷി. നിങ്ങളുടെ നിശ്ചയപ്രകാരം ലോകത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് ഡയമണ്ട് ആയിരിക്കും. ഡയമണ്ട് എന്നാൽ ഡൈ മൈൻഡ്, അതായത് മനോലയം എന്നതാണ്. സ്വാമി, ചിത്തശുദ്ധി എങ്ങനെ നേടുവാനാകും? ചിത്തം എപ്പോഴും ശുദ്ധമാണ്. പിന്നെ എന്തിനാണ് അത് ശുദ്ധീകരിക്കേണ്ടത്? നിങ്ങൾ ചിത്തത്തെ മലിനമാക്കുന്നു. ഒരു ഉദാഹരണം, ഇതൊരു വെളുത്ത തൂവാലയാണ്. ഉപയോഗിക്കുന്നതോടെ ഇത് അഴുക്കാകുന്നു. അതുപോലെ നിങ്ങളുടെ മനസ്സും ശുദ്ധമാണ്. ചിന്തകളും ആഗ്രഹങ്ങളുമാണ് അതിനെ മലിനമാക്കുന്നത്. അവയെ നിയന്ത്രിക്കുവാൻ സാധിച്ചാൽ മനസ്സ് ശുദ്ധമായി തന്നെ ഇരിക്കും. അതുകൊണ്ട് ചിത്തശുദ്ധി എന്നാൽ പവിത്രമായ ചിന്തകൾ പുലർത്തുകയും ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുകയുമാണ്. എങ്ങനെയാണ് ദുർഗുണങ്ങളെ അകറ്റുവാൻ സാധിക്കുക? ഇക്കാര്യം നിങ്ങളുടെ തീരുമാനത്തെയും പ്രശ്നങ്ങളുടെ ഗൗരവത്തെക്കുറിച്ചുള്ള അറിവിനെയും ആശ്രയിച്ചിരിക്കുന്നു. ഇതിനു വേണ്ടത് സത്യസന്ധവും ആത്മാർത്ഥവുമായ ശ്രമമാണ്. ഉദാഹരണം, ഈ മുറിയിലൂടെ മടിയോ ഭയമോ ഇല്ലാതെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നു നിങ്ങൾ. മൂലയിൽ ഒരു കയർ കിടപ്പുണ്ടെന്ന് കരുതുക. വെളിച്ചം കുറവായതിനാൽ നിങ്ങൾക്കത് പാമ്പായി തോന്നിയെന്നിരിക്കട്ടെ. പിന്നെ ഈ മുറിയിലൂടെ നിർഭയനായി സഞ്ചരിക്കാൻ സാധിക്കുമോ? ഇല്ല. കാരണം വിഷപ്പാമ്പിന്റെ സമീപം പോകുന്നത് അപകടകരമാണെന്ന് നിങ്ങൾക്കറിയാം. പാമ്പ് കടിച്ചാൽ മരിക്കുമെന്ന് അറിയാവുന്നതിനാൽ നിങ്ങൾ അകന്നു നിൽക്കുന്നു. ഇതുപോലെ നിങ്ങളുടെ ദുശ്ചിന്തകൾക്കും ദുഷ്പ്രവൃത്തികൾക്കും അപകടകരമായ ഫലം നൽകുവാൻ കഴിവുണ്ടെന്നറിഞ്ഞാൽ ആ നിമിഷം അതിൽ നിന്നും വിട്ടുനിൽക്കുക തന്നെ ചെയ്യും. നിങ്ങളിലുള്ള തിന്മകളെ, ദുർഗുണങ്ങളെ കണ്ടെത്തുക. പിന്നെ ഒന്നൊന്നായി അതെല്ലാം കളയുക. ചിലർ കഠിനവ്രതങ്ങളും സാധനകളും അനുഷ്ഠിക്കുന്നത് കാണാം. ആ സമയത്തെല്ലാം പരിശുദ്ധരായി പവിത്രമായ കാര്യങ്ങൾ മാത്രം അവർ അനുഷ്ഠിക്കുന്നു. ചെറിയൊരു ദോഷം പോലും അവരിൽ അപ്പോൾ കാണുവാനില്ല. പക്ഷേ വ്രതവേള കഴിഞ്ഞാൽ ദുർഗുണങ്ങൾ തലയുയർത്തുകയായി, പഴയതിനേക്കാൾ ഇരട്ടി ശക്തിയോടെ ദുഷ്കർമ്മങ്ങളിൽ ഏർപ്പെടുകയായി. ഇത് വലിയ തെറ്റ് തന്നെ. കാരണം ഇതുവരെ അവർ കാണിച്ചതെല്ലാം കൃത്രിമമായിരുന്നു എന്നല്ലേ അപ്പോൾ തെളിയുക? ദുഷ്പ്രവൃത്തികളുടെ ഫലം എന്തെന്ന് മനസ്സിലാക്കിയിട്ടുള്ള നിയന്ത്രണമല്ല ആയിരുന്നുവല്ലോ അത്.
അതുകൊണ്ട് ദുഷ്കൃതങ്ങളുടെ ഫലം എന്തെന്ന് മനസ്സിലാക്കി നിങ്ങൾ മെല്ലെ മെല്ലെ ദുശ്ശീലങ്ങൾ ഒഴിവാക്കുക. സന്മാർഗത്തിലൂടെ പോകുമ്പോഴും ചിലരെ പൂർവ്വവാസനകൾ വിഷമിപ്പിക്കാറുണ്ട്. ഭയക്കരുത്, അത് മാറിക്കോളും. ഉറച്ചു നിൽക്കുക. ഒരു ഉദാഹരണം, കറങ്ങുന്ന സീലിംഗ് ഫാനിന്റെ സ്വിച്ച് ഓഫാക്കിയാലും അത് കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും. പെട്ടെന്ന് കറക്കം നിൽക്കുകയില്ല. സാവധാനം കറങ്ങി കറങ്ങിയേ അത് നിൽക്കൂ. ചിന്നക്കഥ. നാരദർ കണ്ട ആശ്ചര്യം. ഭൂലോക പര്യടനം കഴിഞ്ഞെത്തിയ നാരദരോട് ബ്രഹ്മദേവൻ ചോദിച്ചു, എന്താണ് ഭൂമിയിൽ ഏറ്റവും ആശ്ചര്യകരമായി തോന്നിയത്? നാരദർ പറഞ്ഞു, ദേവ, വളരെ ആശ്ചര്യകരമായി എനിക്ക് തോന്നിയത് മരണസമയത്തെ കാര്യമാണ്. മരണ വീട്ടിൽ ശവത്തിനു ചുറ്റും ഇരുന്ന് കുറെ പേർ കരയുന്നു. അവർ എന്തിനു കരയുന്നു എന്ന് മനസ്സിലായില്ല. കാരണം കരഞ്ഞത് മൂലം മരിച്ചയാൾ തിരിച്ചു വരുന്നില്ല. മാത്രമല്ല, അവർ കരഞ്ഞതുകൊണ്ട് ഇവർ മരിക്കാതിരുന്നുമില്ല. പിന്നെ എന്തിനവർ കരയുന്നു? ഉള്ള സമയം നന്നായി ജീവിക്കുകയല്ലേ വേണ്ടത്? ഇതല്ലേ വലിയ ആശ്ചര്യം. ഓം തത് സത്.